നമസ്കാരം. സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെസ്റ്റിനെ കുറിച്ചൊരു വീഡിയോ ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കൂടുതലും ബിഗിനേഴ്സിനെ മിഡിലിനെ മാത്രം ഉദ്ദേശിച്ചാണ്. എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ എല്ലാ കളിയും അറിയാം, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് എന്നോട് കുറച്ച് പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു, നമ്മുടെ കുറച്ച് ബ്രദേഴ്സ്, ഈ ചെസ്റ്റിൽ ഇന്നർ ചെസ്റ്റിന് ഇങ്ങനെ ലൈന് വരാനും ഡിക്ലൈൻ ഷേപ്പ് ആകാനും നമുക്ക് ഈ ക്രോസ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകൾ എന്തൊക്കെയാണുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഇന്നർ ചെസ്റ്റിനും മിഡിലിനും ലോവർ പോർഷനും 3 പോർഷനും കൂടെ കിട്ടുന്നൊരു വർക്കൗട്ടാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ പ്രോപ്പറായിട്ട് ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ എല്ലാ ആഴ്ചയിലും എല്ലാ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വിട്ടുപോകുന്ന വർക്കൗട്ടുകൾ നമ്മൾ അടുത്ത ആഴ്ച ചെയ്യാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു പാർട്സിൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഒരു 6 സെറ്റ് വർക്കൗട്ടാണ് ചെയ്യാറ്, അതിൽ കൂടുതൽ ചെയ്യാറില്ല. ഓവറായിട്ട് ഒരു മസിലിനെ മുഷിപ്പിക്കുമ്പോൾ അത് ഇഞ്ചറിലോട്ട് പോകാൻ ചാൻസ് കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 6x4, അപ്പോൾ 6×4 24 റിപ്പീറ്റേഷൻ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം മസിൽസിന് നല്ല പമ്പിങ് ആവും, നല്ല ഗെയിൻ ആവും. ഇന്ന് നമുക്ക് എന്നാലേ ക്രോസ് ഹോൾഡ് വർക്കൗട്ട് കയറാം. നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ നിൽക്കുക, ഒരു ലെഗ് കയറ്റി വെക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പർ ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു റിപ്പീറ്റേഷനാണ്. 1 2 3 4 5 6 7 8 9 10. ഇത് കുറച്ച് കയ്യും പാകം നമുക്ക് മിഡിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ അപ്പർ ചെസ്റ്റിനാണെങ്കിൽ മിഡിൽ 1 2 3 4 5 6 7 8 9 10. നമ്മൾ കൈ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ പോകാതിരിക്കും. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ടെൻഷൻ കിട്ടില്ല മസിൽസിന്. അപ്പോൾ കുറച്ച് ബെൻഡ് ചെയ്യുക, അതിനുശേഷം മാത്രം ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല വിരിയുകയും ചെയ്യും, ആ മസിൽസ് നല്ല ടെൻഷൻ കിട്ടും. ഇനി ലാസ്റ്റ് ഡിക്ലൈൻ വർക്കൗട്ട്. 1 2 3 4 5 6 7 8 9 10. ഇപ്പോൾ നമ്മുടെ റിപ്പീറ്റേഷൻ 10 30 ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് ഇടുന്നത് ഓവർലോഡ് വെയിറ്റ് ഇട്ടാൽ നമുക്ക് റിപ്പീറ്റേഷൻ ഫില്ലാക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ അത് 3-നാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ അടുത്ത സെറ്റ് ചെയ്യുമ്പോൾ എന്തായാലും 4 ഇടും, കാരണം വളരെ വെയിറ്റ് അടിച്ചിടാൻ എനിക്ക് പമ്പിങ് കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ എന്ത് ചെയ്യണം, വെയിറ്റ് കുറയ്ക്കുക. വെയിറ്റ് കുറച്ച് പോസ്റ്റ് ക്ലിയർ ആക്കാൻ ശ്രമിക്കുക. പലരും ചോദിച്ചിരുന്നു ജോയിൻറ്റ് പെയിൻ വരുന്നുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യണമെന്നൊക്കെ. നമ്മുടെ പോസ്റ്റ് ക്ലിയർ ആയില്ലെങ്കിൽ നമ്മുടെ മസിൽസിന് നമ്മളറിയില്ല, മസിൽസിന് ഇഞ്ചുറി വരും, അല്ലാതെ ബോണിന് തന്നെ ഇഞ്ചുറി വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഈ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇങ്ങനെ ചരിഞ്ഞും ഇപ്പോൾ കയ്യിൽ ഇങ്ങനെ ഓപ്പൺ വലിച്ചിടുക, ആ സമയത്തൊക്കെ ഇവിടെ നല്ല പെയിൻ വരും. അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ് ആയ ട്രെയിനേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അവരോട് ചോദിക്കുക, അവരോട് ചോദിച്ച് പരമാവധി പോസ്റ്റ് കളക്റ്റാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. നമ്മൾ ഓവർ വെയിറ്റ് ഒന്നും വലിയ കാര്യമില്ല, ബോസ് നന്നാക്കി ചെയ്യുക, വൃത്തിയായിട്ട് ചെയ്യുക. അത് നമ്മുടെ മസിൽസ് എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മാറ്റം മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ അതിലും വലിയൊരു കാര്യം, ഒരു സെറ്റ് കൂടെ അടിച്ചതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ആ റിപ്പീറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെയിറ്റ് കൂടെ കൂട്ടുന്നുണ്ട്. ഞാൻ 4 കിട്ടുന്നുണ്ട്. നമ്മൾ മിഡിലിൽ തന്നെ നിൽക്കുക, ഒരു ലെഗ് ഫ്രണ്ടോട്ട് കയറ്റി വെക്കാം, കൈയിൽ നിമിർത്ത് പിടിക്കാം. അതിനുശേഷം ഒരു ബെൻഡ് വേണം എൽബോയ്ക്ക്. 1 2 3 4 5 6 7 8 9 10. ഇനി നെക്സ്റ്റ് നമ്മൾ മിഡിലോട്ട് വരും. 1 2 3 4 5 6 7 8 9 10. ലാസ്റ്റ് ഡിക്ലൈനോട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ നിങ്ങൾക്ക് ആ പോസിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും. നമ്മൾ
നാച്ചുറലായിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും കയറി വരാൻ. ഞാനും ഏകദേശം 25 വർഷത്തിന് മുകളിലായി ഫിറ്റ്നസ് രംഗത്തുണ്ട്. വളരെ പതുക്കെയാണ് ബോഡി ഒന്ന് ഷേപ്പായി വരാൻ തുടങ്ങിയത്. ഒരു 4-5 വർഷമൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ആ ഫ്രെയിമിലോട്ട് വന്നത് തന്നെ. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്നവരെ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് പോകരുത്. 1 വർഷം അല്ലെങ്കിൽ 6 മാസം വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് മാറ്റമൊന്നും കാണുന്നില്ല, ഇത് ശരിയാവില്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മുടെ മൈൻഡ് സെറ്റിൽ നമ്മുടെ ഫിറ്റ്നസിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ആക്കി വെക്കുക. നമ്മുടെ ദിനചര്യയിൽ ഇതും കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, പല്ലേൽക്കുന്നു, കുളിക്കുന്നു, ജോലി ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു. അതുപോലെ തന്നെ ദിവസത്തിൽ 1 മണിക്കൂറല്ലേ ഉള്ളൂ, അത് ഫിറ്റ്നസ്സിനായിട്ട് മാറ്റി വെക്കുക. നമുക്കങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന നേട്ടം വളരെ വലുതാണ്. ഒന്നിത് ചെയ്യാം. പിന്നെ രണ്ടാമത്, നമ്മൾ ബോഡിക്ക് ഞാൻ എപ്പോഴും പറയാനുള്ള റെസ്റ്റ് കൊടുക്കുക. നമ്മൾ വർക്കൗട്ടിന് ശേഷം ഒരു പരമാവധി ഒരു 7 മണിക്കൂറെങ്കിലും എങ്ങനെയൊക്കെ ഉറങ്ങാൻ ശ്രമിക്കുക. 8 മണിക്കൂർ കിട്ടാത്ത ഒരുപാട് പേരുണ്ടാവും. എനിക്കും കിട്ടാറില്ല. ഞാൻ മോർണിംഗ് 4 കഴിഞ്ഞിട്ട് 5 മണിക്ക് ജിമ്മിൽ കയറുന്ന വ്യക്തിയാണ്. ഈവനിങ് ഞാൻ ജിമ്മിൽ പോകുമ്പോൾ 10-10:30 ആവും. അപ്പോൾ എനിക്ക് ഉറക്കം വളരെ കുറവുള്ള ഒരാളാണ്. എങ്കിലും ഞാൻ ഉച്ചയ്ക്കൊക്കെ ഉറങ്ങി എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ നിങ്ങളും അതേപോലെ ഞാൻ ശ്രമിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. വേനൽക്കാലമാണ്, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇത് മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്ക് ഒരു വ്യത്യാസം കൂടെ പോകാം. വേണമെങ്കിൽ എനിക്കൊരു വെയിറ്റ് കൂടെ കൂട്ടാം. പക്ഷെ നമ്മൾ സംസാരിക്കുകയും ഇത് നമുക്ക് പോസ്റ്റ് കാണിച്ചതിനും കൂടെ ചെയ്യുമ്പോൾ കുറച്ച് ഹാർഡാണ്. വെയിറ്റ് ട്രെയിനിങ് മാത്രമാണെങ്കിൽ 5 ആളോടെ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളോട് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് കുറച്ചിട്ട് ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞാൽ നമ്മുടെ കൈ കുറച്ച് ഫ്രണ്ടിലോട്ട് വെക്കുക, എൽബോ ഒന്ന് ബെൻഡ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഇനി മിഡില് 1 2 3 4 5 6 7 8 9 10. ഇനി ലാസ്റ്റ് ഡിക്ലൈൻ 1 2 3 4 5 6 7 8 9 10. ഒന്ന് 1 മിനിറ്റ് നമ്മൾ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് നല്ലതാണ് ചെസ്റ്റിൻ്റെ ഷേപ്പിന്. എല്ലാവരും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. പ്രീ വർക്കൗട്ടായിട്ട് എന്താ കഴിക്കേണ്ടതെന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട്. അധികം ഫാറ്റ് ഇല്ലാത്തതാണെങ്കിൽ നേന്ത്രപ്പഴം കഴിച്ചോളൂ. ഒരു നേന്ത്രപ്പഴം കഴിച്ചാൽ നമുക്ക് 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യാനുള്ള സ്റ്റാമിനയുള്ളൂ. അല്ലെങ്കിൽ ഒരു 3-4 പീസ് മധുരക്കിഴങ്ങ് കഴിക്കുക. ഇത് കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ വർക്കൗട്ട് ചെയ്യാം. ഏറ്റവും ബെനിഫിറ്റാണത്. ലാസ്റ്റ് സെറ്റ് ഇതുകൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഇനി മിഡില് 1 2 3 4 5 6 7 8 9 10. ലാസ്റ്റ് ഡിക്ലൈൻ 1 2 3 4 5 6 7 8 9 10. ഓരോ സെറ്റും ചെയ്തതിന് ശേഷം പോസ് ചെയ്യുക. മസിൽസ് ചിലപ്പോൾ ഇല്ലാത്തവരും ഞാൻ പോസ് ചെയ്തതിനായിരിക്കും. നമ്മൾ പോസ് ചെയ്താലേ മസിൽസ് വരുള്ളൂ. അതാണ് അതിൻ്റെ കാര്യം. നമ്മളൊരു വർക്കൗട്ട് ചെയ്തിട്ട് പോസ് ചെയ്യുമ്പോൾ ഒരു സെറ്റ് വർക്കൗട്ട് ചെയ്തതിൻ്റെ എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ബോഡിയിലോട്ട് കിട്ടുന്നത്. ഞാൻ തന്നെ ഇപ്പോൾ ഓരോ വർക്കൗട്ട് ചെയ്യുമ്പോൾ പോസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആ ചെസ്റ്റിൻ്റെ മിഡിൽ ലൈനും ലോവർ പോർഷൻസിൻ്റെ ലൈറ്റൊക്കെ അത്യാവശ്യം തെളിഞ്ഞിട്ടുണ്ടാവും. ഇതിങ്ങനെ തന്നെ ചെയ്യാം. ഇത് എല്ലാ ആഴ്ചയിലും ചെയ്യാൻ പറ്റുമില്ലെന്ന് അറിയില്ല നിങ്ങൾക്ക്. എങ്കിലും പരമാവധി സമയം കിട്ടുന്ന സമയത്തൊക്കെ ഇത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടും ഇനിയും തരിക. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ബൈ.